ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങളും ധാരാളം വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. സങ്കടങ്ങളും വേദനകളും കാണുമായിരിക്കും. എന്തിനെ ഓർത്താണോ നിങ്ങൾ വിഷമിച്ചത് അല്ലെങ്കിൽ കരഞ്ഞത്? ആ വിഷയത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ യേശു വരും. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ യേശു വരും. പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങളുടെ വിഷയങ്ങളെ. യോഹന്നാൻ 11-ാം അധ്യായം 38-ാമത്തെ വാക്യം. യേശു വീണ്ടും ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്തിനെ ഓർത്താണോ ലാസറിന്റെ സഹോദരിമാർ കരഞ്ഞത്? ആ വിഷയത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ യേശു വന്നു. നിങ്ങൾ എന്തിനെ ഓർത്താണ് വിഷമിക്കുന്നത് അല്ലെങ്കിൽ ഭാരപ്പെടുന്നത്? ആ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ യേശു നിങ്ങളുടെ പക്കൽ വരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഒരു വലിയൊരു അത്ഭുതം ചെയ്യാൻ യേശു വരും. അതൊരു വലിയൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു വലിയ കല്ല് വെച്ചിരുന്നു. യേശു പറഞ്ഞു, കല്ല് എടുത്തു മാറ്റുവിൻ. ഇവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. ലാസറെ, പുറത്തു വരിക. ഉടൻ തന്നെ ആരോഗ്യത്തോടെ ഒരു കുഴപ്പവും ഇല്ലാതെ ലാസർ പുറത്തു വന്നു. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരിക്കാം. ഈ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ യേശു നിന്റെ പക്കൽ വരും.